ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തീരാ പിണി തീര് എന്ന അരുണഗിരിനാഥർ അരുളിയ തിരുപ്പുകൾ പാട്ടിൻ്റെ അർത്ഥം നോക്കാം. ഈ പാട്ടിൻ്റെ അർത്ഥം നേരത്തെ തന്നെ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു ദൈവനാമമായെങ്കിലും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രോത്സാഹനം ഒരു വലിയ ഘടകമാണ്. യൂട്യൂബിൻ്റെ പോളിസി മാറിയതുകൊണ്ട് പല പഴയ വീഡിയോകളും വീണ്ടും ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ഞാൻ മാറ്റി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇടയ്ക്കൊന്ന് കാണുക. വരൂ, നമുക്ക് തുടങ്ങാം. ആദ്യം ഈ പാട്ടിൻ്റെ ചന്തം നോക്കാം. താനാ തന താന താനാ തന താന. ഈ പാട്ട് ഒരു ചെറിയ പാട്ടാണ്. 4 വരികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം നോക്കിയാൽ വലിയൊരു പാട്ടാണെന്ന് തന്നെ കരുതണം. കാരണം അതിൻ്റെ അർത്ഥം വളരെ ആഴത്തിലുള്ളതാണ്. അരുണഗിരിനാഥർ സ്വാമികൾ അരുളിയ പാട്ടുകളെല്ലാം അർത്ഥവത്താണ്. എങ്കിലും ഇത് 4 വരിയിൽ ഒരുപാട് വലിയ അർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. ഈ പാട്ട് കോയമ്പത്തൂരിന് അടുത്തുള്ള പേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വാണരുളുന്ന ശ്രീ മുരുകനെ കുറിച്ചാണ് പാടുന്നത്. അല്ലെങ്കിൽ ആ മുരുകൻ്റെ അടുത്താണ് ഈ പാട്ട് പാടുന്നത്. പേരൂര് പേര് സൂചിപ്പിക്കുന്നത് പോലെ വലിയൊരു പ്രദേശമായിരുന്നു. പിന്നീട് കോയമ്പത്തൂര് വികസിച്ച സമയത്ത് പേരൂര് ഒരു ചെറിയ സ്ഥലമായി മാറി. എങ്കിലും പേരൂരുള്ള ക്ഷേത്രത്തിൻ്റെ ഖ്യാതിക്കോ പ്രസിദ്ധിക്കോ അതിൻ്റെ ഐശ്വര്യത്തിനോ ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പണ്ട് കാലത്ത് തന്നെ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ചിട്ടും കോയമ്പത്തൂരിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേരൂർക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു സൂചന ലഭിക്കുകയാണ് അവിടുത്തെ ഭഗവാന്റെ പ്രത്യേകത എന്താണെന്ന്. എല്ലാ പാട്ടുകളിലും അരുണഗിരിനാഥർ സ്വാമികൾ ശ്രീ മുരുകനെ ശരവണഭവൻ എന്നോ മുരുകൻ എന്നോ കന്ദൻ എന്നോ അങ്ങനെ പറഞ്ഞല്ലല്ലോ പറയുന്നത്. മറ്റു ചില വിശേഷണ പദങ്ങൾ, ശ്രീ മുരുകനെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള പദങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുകയാണല്ലോ. അതുപോലെ തന്നെയാണ് ഇതിലും. അർത്ഥം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആ വരികളൊന്ന് നോക്കാം. തീരാ പിണി തീര ശൈവാത്മജ്ഞാന ഊറാക്ഷിയദാന ഓർ വാക്കരുൾവായേ പാരോർ കിരൈശേയേ പാലാ കിരിദ്രാശേ പേരാർ പെരിയോനെ പേരൂർ പെരുമാളെ. പേരൂരിലുള്ള ശ്രീ മുരുകനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അവസാനത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഇതിലത്തെ ആ 3ാമത്തെ വരി നോക്കൂ. പാരോർ കിരൈശേയേ. പാരോർ എന്ന് പറഞ്ഞാൽ, പാര് എന്ന് പറഞ്ഞാൽ ലോകം. അപ്പോൾ പാരോർക്ക് എന്ന് പറയുമ്പോൾ പാരിലുള്ള എല്ലാവർക്കും. ഇരൈശേയേ എന്ന് പറഞ്ഞു. ഇരൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരയിവൻ, തമിഴിൽ ഇരയിവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ. അപ്പോൾ ലോകരുടെ എല്ലാം ഭഗവാന്റെ ശേയേ എന്ന് പറഞ്ഞിട്ട്, ശേയേ എന്ന് പറഞ്ഞാൽ പുത്ര എന്നർത്ഥം.
ലോകർക്കൊക്കെ എല്ലാവർക്കും ഭഗവാനായിട്ടുള്ളത് ആരാണ്? ശ്രീ പരമേശ്വരൻ. അപ്പൊ ശ്രീ പരമേശ്വരന്റെ പുത്ര എന്നാണ് ഇവിടെ പറയുന്നത്. അതാരാണ്? ഇവിടെ അത് ശ്രീ മുരുകനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുരുകനെ സംബോധന ചെയ്തത് ലോകർക്കെല്ലാം ഭഗവാനായ ആ ഭഗവാന്റെ പുത്ര. കഴിഞ്ഞിട്ടില്ല, വീണ്ടും പറയണേ, പാലാകിരിരാശേ. പാല എന്ന് പറഞ്ഞാൽ ഇവിടെ ബാല എന്ന്. തമിഴിലെ അക്ഷരങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ബാലനായ ശ്രീ മുരുകൻ ബാലകനായിട്ടുള്ള ഒരു ഭഗവാനാണല്ലോ. കിരി എന്ന് പറഞ്ഞാല് ഗിരി, അതായത് മല. രാശേ എന്ന് പറഞ്ഞാൽ രാജാവേ എന്ന്. അപ്പോ മലകളുടെ രാജാവേ എന്താണ് ഉദ്ദേശിക്കുന്നത്? മലകളൊക്കെ തൻ്റെ അധീനത്തിലായ ശ്രീ മുരുക എന്നാണ് പറയുന്നത്. തമിഴിലൊരു ചൊല്ലുണ്ട്, കുன்றிருக்கும் ഇടമെല്ലാം കുമരൻ ഇരിക്കും ഇടം എന്ന്. അതായത് എവിടെയൊക്കെ കുന്നുകളുണ്ടോ, എവിടെയൊക്കെ മലകളുണ്ടോ, ആ മലകളുടെ ഒക്കെ അധിപതി ശ്രീ മുരുകനാണ്. ആ മലകളിലൊക്കെ ശ്രീ മുരുകൻ വസിക്കുന്നു. കുന്നിടിച്ച് തള്ളുന്നവരൊക്കെ അത് ശ്രദ്ധിക്കണം അല്ലേ? ഭൂമിയെ നിലനിർത്തുന്നത്, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഒക്കെ കുന്നുകളാണല്ലോ. ഇനി അടുത്തത് നോക്കൂ, പേരാർ പെരിയോനെ. പേരാർ പെരിയോനെ എന്ന് പറഞ്ഞാൽ, പേരാർ എന്ന് പറഞ്ഞാൽ പേരാൽ, പേരുകൊണ്ട്, പ്രസിദ്ധി കൊണ്ട് കൂടുതൽ ആളുകൾ ശ്രീ മുരുകനെ ഭഗവാനായി സ്വീകരിച്ചിട്ടുണ്ട്. ഭക്തരുടെ എണ്ണം അത്ര കൂടുതലാണ്. ആ ഭഗവാന്റെ പേരും പെരുമയും കൊണ്ട് അദ്ദേഹം പെരിയോനെ, അദ്ദേഹം വലിയവനാണ്, ബാലനാണ് എന്ന് പറഞ്ഞു. അപ്പൊ വയസ്സുകൊണ്ട്, പ്രായം കൊണ്ട്, അല്ലെങ്കിൽ രൂപം കൊണ്ട് ബാലകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, അദ്ദേഹത്തിന് നേടിത്തന്നിരിക്കുന്ന ആ പ്രസിദ്ധി കാരണം അദ്ദേഹം എല്ലാ ദൈവങ്ങളിലും വെച്ച് സമുന്നതനായ ദൈവമാണ്. അതാണ് പേരാർ പെരിയോനെ, പേരൂർ പെരുമാളെ. അരുണഗിരിനാഥർ സ്വാമികള് ശ്രീ മുരുകനെ പെരുമാളെ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പൊ പേരൂരിലുള്ള പെരുമാളെ എന്ന് പറഞ്ഞത് ആരെയാണ്? ശ്രീ മുരുകനെ തന്നെയാണ്. അപ്പോ പേരൂരിലുള്ള ശ്രീ മുരുകൻ ആരാണെന്നാ പറഞ്ഞത്? പാരോർക്കിരൈശേയെ, ലോകരുടെ ഒക്കെ ദൈവമായ ആ ദൈവത്തിൻ്റെ പുത്രനാണ്, ബാലകനാണ്, പക്ഷെ പേരുകൊണ്ട് വലിയവനാണ്, കുന്നിൻ്റെ രാജാവാണ്. അങ്ങനെയുള്ള ഭഗവാനെ എന്ന് ശ്രീ മുരുകനെ സംബോധന ചെയ്തിട്ട് എന്താണ് ചോദിക്കുന്നത്, എന്താണ് ആവശ്യപ്പെടുന്നത്? അങ്ങനെ ആവശ്യപ്പെടുന്ന കാര്യം മുകളിലത്തെ 2 വരികളിലാണ്. എന്താ കൊടുത്തത് നോക്കൂ അവിടെ. തീരാ പിണി തീര്. തീരാ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം തീരാത്തത്, കഴിയാത്തത്, ഒഴിഞ്ഞു പോകാത്തത്. എന്താണ് ഒഴിഞ്ഞു പോകാത്ത? എന്തിനെ പറ്റിയിട്ടാണ് പറയണത്? പിണി. പിണി എന്ന് പറഞ്ഞാൽ 2 അർത്ഥം എടുക്കാം. ഒന്ന് രോഗം എന്ന അർത്ഥം എടുക്കാം. ഇനി ഒന്ന് കഷ്ടതകൾ എന്ന് പറയാം. തീരാത്ത, വളരെ വലിയ, സഹിക്കാൻ പറ്റാത്തത്ര ഉള്ള കഷ്ടതകൾ. അപ്പൊ തീരാപ്പിണി എന്ന് പറയുമ്പോൾ തീരാത്ത രോഗങ്ങൾ അഥവാ തീരാത്ത കഷ്ടതകൾ, അതിനൊരു അവസാനമില്ല. ഈ രോഗത്തിനും കഷ്ടതകൾക്കും ഒന്നും അവസാനമില്ല. തീരാപ്പിണി, തീര എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ രണ്ടാമതും തീര എന്ന് പറയുന്നത് ഒഴിഞ്ഞു പോകാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഷ്ടതകൾ മാറാൻ, അങ്ങനെയുള്ള കഷ്ടതകൾ നമ്മളെ വിട്ട് അകന്നു പോകാൻ എന്ത് ചെയ്യണമെന്നാ പറയണത്? ശിവാത്തുമ ജ്ഞാന ഊറാഴ്ചയതാന ഓർ വാക്കരുൾവായേ. ഓർ വാക്കരുൾവായേ, അരുൾവായേ എന്ന് പറഞ്ഞാൽ അരുളി ചെയ്യണമേ. എന്താണ് അരുളി ചെയ്യേണ്ടത്? ഒരു വാക്ക്. ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം എന്നർത്ഥം. ഒരു ഉപദേശം തരണം എന്ന് ഭഗവാനോട് പറയണേ. ആ ഉപദേശ വാക്ക് എങ്ങനെയുള്ളതായിരിക്കണം?
ഊരാഴ്ചിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഊര് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും. ആഴ്ചി എന്ന് പറഞ്ഞാൽ ഭരണം എന്നാണ്. ഭരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നല്ലത് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഉപദേശം അങ്ങ് അരുളി ചെയ്യണം. ആ ഉപദേശം എന്തായിരിക്കണം, അല്ലെങ്കിൽ ആ ഉപദേശം കൊണ്ട് എന്താണ് ലഭിക്കേണ്ടത്? ശീവാത്മജ്ഞാനം എന്ന് പറഞ്ഞു അവിടെ. ശീവ എന്ന് പറഞ്ഞാൽ ജീവൻ, ആത്മജ്ഞാനം. എല്ലാ ജീവന്മാർക്കും ആത്മജ്ഞാനം ലഭിക്കുന്നത് പോലെ ഉള്ള ഒരു ഉപദേശം തരണം എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും ആവശ്യപ്പെട്ടത്? എല്ലാ ലോകർക്കും ആത്മജ്ഞാനം തരണേ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ആത്മജ്ഞാനം? ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ശരീരം മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ആത്മാവാണ്. ഭഗവാന്റെ അംശം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെയുള്ള ഒരു ഉപദേശം ഭഗവാൻ തരണം എന്നാണ് പറയണത്. ആ ആത്മജ്ഞാനം, മനസ്സിലെ ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം നീങ്ങി. അജ്ഞാനം കൊണ്ടാണ് എന്തെന്നാ പറയണത്? തീരാപ്പിണി. അപ്പം തീരാപ്പിണികൾ, തീരാത്ത കഷ്ടതകൾ എല്ലാ ജീവന്മാരും അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കാൻ എന്താ കാരണം? അജ്ഞാനം. ആ അജ്ഞാനം മാറാൻ ഒരു ഉപദേശം തരണം എന്ന് പറയണ്. ഈ പിണി എന്ന വാക്കിനെ ഒന്ന് കൂടുതലായിട്ട് വിശദമായിട്ട് പറയുന്ന സമയത്ത് ആചാര്യന്മാരും പറയണ് 3 തരം കഷ്ടതകൾ, അതല്ലെങ്കിൽ രോഗങ്ങൾ എന്ന് പറയണവരതിനെ ജീവാത്മാക്കൾ സഹിക്കേണ്ടി വരുന്നു. ഈ ഭൂമിയിൽ ശരീരം എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ, ആത്മാക്കളാണല്ലോ ശരീരം എടുത്തിട്ട് ഭൂമിയിൽ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ജനിച്ചു കഴിഞ്ഞാൽ 3 തരം കഷ്ടതകൾ, അതല്ലെങ്കിൽ അതിനെ രോഗം എന്ന് പറയണമെന്ന് പറഞ്ഞുവല്ലോ, അങ്ങനെ സഹിക്കേണ്ടതായിട്ട് വരുന്നു. എന്തൊക്കെയാണത്? വിശപ്പ്, കാമം, പിന്നെ ജനന മരണം. വിശപ്പ് കൊണ്ടുള്ള ക്ലേശം, അതിനൊരു രോഗമായിട്ട് പറയണേ. അതുപോലെ കാമം. കാമം എന്ന് പറഞ്ഞാൽ അടക്കാൻ പറ്റാത്ത എന്തൊരു ആഗ്രഹവും, ഏതിനെക്കുറിച്ചും അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള, നമ്മളെ നമ്മളല്ലാണ്ട് ആക്കുന്നത് പോലെയുള്ള ഒരു ആഗ്രഹം, അതിനെയാണ് കാമം എന്ന് പറയുന്നത്. നിയന്ത്രിച്ച രീതിയിൽ ഈ കാമം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഓരോന്നിനെ കുറിച്ചിട്ട് നമ്മൾ നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കില്ലെങ്കിൽ നമുക്ക് നന്നാവാൻ പറ്റുമോ? ഏറ്റവും ബേസിക്കായിട്ട് പറയാണ്. പക്ഷെ ഇവിടെ എന്താണ്? നിയന്ത്രിച്ചാലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്യധികമായിട്ടുള്ള ആഗ്രഹം, അതിനെയാണ് ഇവിടെ കാമം എന്ന് പറഞ്ഞത്. അതും ഒരു രോഗമാണെന്നാ പറയണ ആചാര്യന്മാർ പറയണ, ഞാൻ പറയുകയല്ല കേട്ടോ. പിന്നെ മറ്റൊന്നെന്താണ്? ജനന മരണ ക്ലേശം. ഒരാത്മാവ് ഒരു ശരീരം എടുത്ത് ജനിക്കുന്നു. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണു. ആ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണ്? വിശപ്പ്. പിന്നെ മറ്റൊന്ന്, ആ ആത്മാവിന് ശരീരം എടുത്തു കഴിഞ്ഞാൽ മായ കൊണ്ട് പൊതിഞ്ഞുവല്ലോ, അപ്പം പലതിനോടും കാമവും ഉണ്ടാകുന്നു. വിശപ്പ് നിയന്ത്രിക്കാൻ പറ്റിയാൽ ശരി. വിശപ്പ് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്നൊരു കാര്യമല്ല അത്. വിശപ്പ് അടക്കാനുള്ള മാർഗം നമുക്കില്ല എന്ന് പറഞ്ഞാൽ, ഒരു അധർമ്മ രീതിയിൽ പോലും ചെന്നിട്ട് വിശപ്പടക്കാനുള്ള ഒരു കാര്യം നോക്കും. അതുപോലെ കാമം, അടക്കാൻ പറ്റാത്ത ഒരു കാമം എന്തിനോടായാലും. ഈ കാമം എന്നുള്ള വാക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രം പറയുന്നൊരു വാക്കല്ല അത്. അതും അതിൽ പെടും, പക്ഷെ അതുമാത്രമല്ല. അപ്പോൾ ഇങ്ങനെ അടക്കാൻ പറ്റാത്തൊരു സംഭവം, എന്തെങ്കിലും ഒന്ന് നേടിയേ ഇരിക്കുള്ളൂ എന്ന് കഠിനമായിട്ട് അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടാനായിട്ട് എന്ത് അധർമ്മ പ്രവൃത്തിയിലേക്കും പോകുന്ന ഒരു മനസ്സായി തീരുന്നു. അധർമ്മം ചെയ്താൽ അത് പാപമായി. ആ പാപം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? കർമ്മദോഷമായിട്ട് ബാധിക്കുന്നു. ആ കർമ്മദോഷം കാരണം നമുക്ക് എന്ത് സംഭവിക്കുന്നു? വീണ്ടും ജനിക്കുന്നു.
ഒരു ജന്മം കഴിഞ്ഞു, കർമ്മദോഷങ്ങളൊക്കെ ഉണ്ടായി, പിന്നെ മരിച്ചുപോയി. ആ ആത്മാവ് ശരീരം ഉപേക്ഷിച്ചു. പിന്നീട് വീണ്ടും എത്രയോ കാലം കഴിഞ്ഞ് എത്രയോ കഷ്ടതകൾ ആ ആത്മാവും സഹിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു ശരീരം ലഭിക്കുന്നത്. ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ശരീരം ലഭിച്ച് വീണ്ടും വരുമ്പോൾ വീണ്ടും ഇതേ രീതിയിലുള്ള പ്രവൃത്തികളും കർമ്മങ്ങളുമാണ് ആ ശരീരിക്ക് ഉണ്ടാകുന്നതെങ്കിൽ, ആ ജീവാത്മാവിന് ഉണ്ടാകുന്നതെങ്കിൽ വീണ്ടും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. അപ്പോൾ പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടതകൾ സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ കഷ്ടതകളൊക്കെ തീരണമെങ്കിൽ എന്ത് വേണം? ആത്മജ്ഞാനം കിട്ടണം. ആത്മജ്ഞാനം കിട്ടിയാൽ ഈ വക കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണമായി ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ സുഖമായിട്ട് ധർമാനുസരണമായി ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഭഗവാൻ അങ്ങനെ ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, സൗകര്യമായി ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അധർമ്മത്തിലൂടെ പോയാൽ അത് മഹാപാപമായി. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊന്നും പോകാത്ത രീതിയിൽ, ഈ തരത്തിലുള്ള കർമ്മദോഷങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിൽ എല്ലാ ലോകർക്കും ഗുണം ചെയ്യുന്നത് പോലെയുള്ള ഒരു ഉപദേശം ഭഗവാനെ അങ്ങ് തരണം എന്നാണ് പറയണത്. അപ്പോൾ തീരാ പിണി തീരെ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം വീണ്ടും മരണം, ഇനി ജന്മം വേണ്ട എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പറയുന്നത്. മോക്ഷമാണ് അവിടെ കാംക്ഷിക്കുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഭഗവാനിൽ ലയിച്ച് ചേരുക, അത് വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു പ്രാർത്ഥനയാണിത്. ജീവിതത്തിൽ എനിക്ക് അത് വേണം, കാറ് വേണം, ബംഗ്ലാവ് വേണം, ധനം വേണം, കുറേ ജോലിക്കാർ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അവിടെ ചോദിക്കുന്നത്. മോക്ഷം വേണം എന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത്. എവിടെയുള്ള ഭഗവാന്റെ മുന്നിലാണ് ഈ പാട്ട് പാടിയത്? പേരൂരുള്ള ഭഗവാന്റെ മുന്നിലാണ് ഈ പാട്ട് പാടിയത്. ആ ഭഗവാനോടാണ് ഇത് ചോദിച്ചത്. അപ്പം മോക്ഷം തരുന്ന ഭഗവാനാണ് പേരൂരിലുള്ള ശ്രീ മുരുകൻ എന്ന ഒരു താല്പര്യം അതിനുണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മരണാനന്തര ചടങ്ങുകൾ, ഒരു ആത്മാവ് അതിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചടങ്ങുകൾ ചെയ്യുന്നുണ്ടല്ലോ. ആ ചടങ്ങുകൾ പണ്ട് മുതൽ തന്നെ പേരൂരിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോലും ആളുകൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിലൊരു കാര്യമുണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? കാരണം അരുണഗിരിനാഥർ സ്വാമികൾ തന്നെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു മോക്ഷം തരണേ എന്ന്. അപ്പം മറ്റുള്ള സാധാരണക്കാരായ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആകെ 4 വരിയേ ഉള്ളൂവെങ്കിലും വളരെ വലിയ ഒരു പ്രാർത്ഥനയാണ്. ആത്മാവിൻ്റെ കഷ്ടങ്ങളൊക്കെ തീർന്ന് ഭഗവാനിൽ ലയിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യവുമായി വരാം. അതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം ശരവണ ഭവായ നമഃ. ശ്രീ മുരുകാ ശരണം.